അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്താ വർത്താനം? റാഹത്തല്ലേ മുഅ്മിനീങ്ങളെ? നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റിയ അമലുകളൊക്കെ ഇങ്ങനെ നോക്കുന്ന കൂട്ടത്തിൽ ഒരമൽ ഞാനിങ്ങനെ ആലോചിച്ചു പോയി. പടച്ചോനെ, നമ്മുടെ കയ്യിൽ തന്നെ മുഅ്മിനീങ്ങളെ എല്ലാം ഉണ്ടായിട്ടും നമ്മൾക്ക് അതൊന്നും എടുത്തു നോക്കാനോ അല്ലെങ്കിൽ അതൊന്നും പ്രവർത്തിച്ച് നോക്കാനോ കഴിയാത്ത ഒരവസ്ഥയാണ് നമ്മുടെ അവസ്ഥ. നമ്മുടെ കയ്യിൽ മരുന്നുണ്ട്, പക്ഷെ നമ്മൾ എന്നിട്ട് മറ്റുള്ള മരുന്നുകൾ തേടി പോവുകയാണ്. കാരണം ഞാൻ പറയാൻ പോകുന്ന കാര്യം ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടുള്ള ഒരു അമൽ, ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടുള്ള അമൽ. ഏതാണ് അമൽ എന്ന് പറയുന്നത്? നമ്മളൊക്കെ വളരെ സിമ്പിളായിട്ട് കാണുന്ന സൂറത്തുൽ ഫാത്തിഹ. ഫാത്തിഹ സൂറത്തിൻ്റെ സവിശേഷതകൾ അറിഞ്ഞാണ്ടല്ലോ അതൊരു വല്ലാത്ത സംഭവമാണ്. ഞാനിങ്ങനെ വാച്ച് ചെയ്യും ഓരോ കാര്യം. ഒരുപാട് അമലുകൾ, ഒരുപാട് കിതാബുകളുണ്ട്. അപ്പം ഇങ്ങനെ നോക്കി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന അമലുകൾ ഇങ്ങനെ തിരഞ്ഞെടുക്കുമ്പോൾ ഫാത്തിഹ സൂറത്ത് കൊണ്ട് സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ അമലുകളുണ്ട്. ഒന്നും രണ്ടും വിഷയങ്ങൾക്കല്ല. ഒന്നാമതായിട്ട് തന്നെ അത് പറയുന്നതാ, മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വീട്ടിൽ പ്രവേശിക്കുന്ന സമയം സൂറത്തുൽ ഫാത്തിഹയും ഇഖ്ലാസും പാരായണം ചെയ്താൽ ദാരിദ്ര്യം ഇല്ലാതാവുകയും വീട്ടിൽ നല്ല ഗുണങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നു എന്നുള്ളത്. ഞാൻ ചോദിക്കട്ടെ, ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ദാരിദ്ര്യം. ഇവിടെ വരുന്ന 99% ആളുകൾക്കും പറയാനുള്ളത് ദാരിദ്ര്യമാണ്. നമുക്ക് ആർക്കാ ഒരുപാട് കിട്ടിയാൽ തികയുക? ആർക്കാ തികയുക? 1,00,00,000 റുപ്യ ഒരാൾക്ക് വെറുതെ കൊടുത്തു, അല്ലെങ്കിൽ 1,00,00,000 റുപ്യ അയാളെ അക്കൗണ്ടിലുണ്ട്, അയാളെ കൈവശമുണ്ട്. റോട്ടിലൂടെ പോണ ഒരാൾ വെറുതെ ആ 1,00,00,000 ചിലവായിട്ടില്ല, വെറുതെ ഒരു 10,000 റുപ്യ എന്നാൽ റജ്ജ് വെച്ചോ, നീ എടുത്തോ എന്ന് പറഞ്ഞാൽ അയാൾക്കൊരു വിഷമവുമില്ല. അയാൾ 2 കൈ നീട്ടി സ്വീകരിക്കും. എന്നാൽ അയാൾ പറയണത്, എടാ എൻ്റെ അടുത്ത് 1,00,00,000 റുപ്യ ഉണ്ട്, നമുക്കിത് വേറെ ആർക്കെങ്കിലും കൊടുക്കാമെന്ന് പറയൂല. പറയുന്നവരുണ്ടാകുമായിരിക്കാം. ഞാൻ പറഞ്ഞത് എത്ര കിട്ടിയാലും മതിയാവാത്ത ഒരു സംഭവമാണ് ഡുഡു. പൈസ അങ്ങോട്ട് തികച്ചാൽ തികയില്ല. എല്ലാവരും അവസ്ഥയാണ് ദാരിദ്ര്യം, കഷ്ടപ്പാടും. ഈ ഒരു ഫാത്തിഹ സൂറത്ത് ഇതിന് കേൾക്കുമ്പോൾ തിരിഞ്ഞ് പോയിട്ട് ഫാത്തിഹ സൂറത്ത് എങ്ങനെ ഓതണം എന്നൊക്കെ പറഞ്ഞുതരാം, വെയിറ്റ് ചെയ്യും. ഒരു മനുഷ്യൻ ദാരിദ്ര്യത്തിൽ കിടന്ന്, കഷ്ടപ്പാടിൽ കിടന്ന് നീന്തി കുളിക്കുകയാണെങ്കിൽ അവൻ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യട്ടെ, അതുപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യട്ടെ. ഇതാരാ പറയണ കാര്യങ്ങൾ? റസൂലുള്ളാഹി പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് സൂറത്തുൽ ഫാത്തിഹ എവിടെ നിന്ന് നിങ്ങൾ വീട്ടിൽ കയറുമ്പോഴും പതിവാക്കിക്കോളി. വലിയ മാറ്റം നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒരു ദിവസമോ 2 ദിവസമോ 15 ദിവസമോ ചെയ്തിട്ട് ഇതൊന്നും മാറ്റില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണ്ട, തള്ളിക്കളയണ്ട. നല്ലോണം ഇതിൻ്റെ പിന്നിൽ സൈക്കിൾ കൊടുത്ത് അങ്ങോട്ട് കൂടിക്കോളി. ഇൻഷാ അല്ലാഹ് നടക്കും. അതേപോലെ തന്നെ മറ്റൊരു കാര്യം, ഒരു മനുഷ്യനെ ജീവിക്കാൻ വേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് സാമ്പത്തികം. അതിന് ഫാത്തിഹ സൂറത്ത് ബെസ്റ്റാണ്. രണ്ടാമത്തത്, ഇതേ ഫാത്തിഹ സൂറത്ത് കൊണ്ട് നടക്കാൻ പോണ മറ്റൊരു കാര്യം, സ്ഥാനമാനങ്ങൾ വർദ്ധിക്കാനും മനസ്സമാധാനം ഉണ്ടാകാനും. ഇനി സമ്പത്തൊക്കെ ഉണ്ടെങ്കിലും ഒരു വില ഉണ്ടാവില്ല ചില ആൾക്കാരുടെ ഇടയിൽ, അല്ലേ? അമ്മായിമാൻ്റെ ഇടയിൽ മരോൾക്കൊരു വില ഉണ്ടാവില്ല, മരോളെടുത്ത അമ്മായിമാർക്കും വില ഉണ്ടാവില്ല. മക്കൾ എന്തൊക്കെ ചെയ്താലും മാതാപിതാക്കളുടെ ഇടയിൽ മക്കൾക്കൊരു വില ഉണ്ടാവില്ല. മാതാപിതാക്കൾ എന്ത് ചെയ്തു കൊടുത്താലും മക്കളുടെ ഇടയിൽ ഒരു വില ഉണ്ടാവില്ല. ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട്, അല്ലേ? അതൊക്കെ കറക്റ്റ് ഞാൻ പറയാൻ കാരണം ഇവിടെ എനിക്കറിയാം, ഓരോരുത്തർ വന്ന് സങ്കടം പറയുമ്പോൾ നമുക്ക് അറിയണമല്ലോ. അപ്പോൾ ഈ സ്ഥാനമാനങ്ങൾ വർദ്ധിക്കാനും മനസ്സമാധാനം ഉണ്ടാകാനും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അമലാണ് എന്ത്? സൂറത്തുൽ ഫാത്തിഹ. എങ്ങനെ ചെയ്യണം? 20 തവണ ഫർദ് നിസ്കാരങ്ങളുടെ ശേഷം എന്ത് ചെയ്യുക? സൂറത്തുൽ ഫാത്തിഹ ഓതുക. ഓരോ ഫാത്തിഹ സൂറത്ത് ഓതി കഴിയുമ്പോഴും ദുആ ചെയ്യുക. അല്ലാഹുവേ, എൻ്റെ ഭക്ഷണത്തിൽ വിശാലത വേണം, സ്ഥാനമാനങ്ങൾ വർദ്ധിക്കണം, മനസ്സമാധാനം ലഭിക്കണം എന്നൊക്കെ പറഞ്ഞ് ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് നിസ്കാര ശേഷം നിങ്ങൾ ഫാത്തിഹ സൂറത്ത് ഓതിയിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്ക്. ഇൻഷാ അല്ലാഹ് അവിടെയും നമുക്ക് വലിയ ഒരു മാറ്റം
കാണാൻ സാധിക്കും. ഇതേ സൂറത്ത് കൊണ്ട് തന്നെ, ഈ ഫാത്തിഹ സൂറത്ത് കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു അമലുണ്ട്. എല്ലാ രോഗങ്ങൾക്കും ശിഫ ലഭിക്കാൻ ഈ ഫാത്തിഹ സൂറത്ത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരൗഷധമാണ്. സാമ്പത്തികം നിർബന്ധമായിട്ട് നമുക്ക് വേണം. പിന്നെ സ്ഥാനമാനങ്ങൾ, സമ്പത്തുണ്ടെങ്കിൽ പിന്നെ സ്ഥാനമാനം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടും. കിട്ടാത്തവരുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. മൂന്നാമതായി പറഞ്ഞ എല്ലാ രോഗങ്ങളിൽ നിന്നും ശിഫ ലഭിക്കാൻ പറ്റുന്ന ഒരമൽ. നോക്കാം നിങ്ങൾ, എത്ര രോഗികളുണ്ട്. രോഗം എന്താണെന്ന് പോലും അറിയാത്തല്ലേ. എല്ലാവിധ രോഗങ്ങളും മാറാൻ വേണ്ടി, എന്ത് രോഗമായിക്കോട്ടെ, രോഗങ്ങൾ മാറാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അമൽ ബഹുമാനപ്പെട്ട ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഒരു നിവേദനത്തിൽ ആദരവായ പ്രവാചകർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്: ഒരാൾ മഴവെള്ളത്തിൽ ഫാത്തിഹ സൂറത്ത്, ആയത്തുൽ കുർസി, ഇഖ്ലാസ്, ഫലഖ്, നാസ് എന്നീ സൂറത്തുകൾ 70 തവണ മന്ത്രിച്ചുവെങ്കിൽ എൻ്റെ ആത്മാവിനെ നിയന്ത്രിക്കുന്നവനാണേ സത്യം. ആരാ പറയണത്? മുത്തുനബിയാ പറയണത്. നിയന്ത്രിക്കുന്നവനാണേ സത്യം. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് എന്നോട് പറയുന്നു, ആ വെള്ളം 7 ദിവസം തുടർച്ചയായി കുടിച്ചാൽ അയാളുടെ ശരീരത്തിലെ സർവ്വരോഗങ്ങളും സുഖപ്പെടും. അയാളുടെ സകല ഞരമ്പുകളും മാംസവും അസ്ഥിയും എല്ലാ രോഗങ്ങളെയും പുറന്തള്ളും. നോക്കണം നിങ്ങൾ, എല്ലാ അവയവങ്ങളിലും ആരോഗ്യം പൂർണ്ണമായി ലഭിക്കും. അള്ളാഹു നമുക്കൊക്കെ ആരോഗ്യം നൽകുമാറാകട്ടെ. ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് അതിൽ 40 തവണ ഫാത്തിഹ ഓതി മന്ത്രിച്ചു. ആ വെള്ളം കൊണ്ട് രോഗിയുടെ മുഖവും കൈകാലുകളും ശിരസും സാധിക്കുന്ന അത്ര ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഉള്ളും പുറവും കഴുകുക എങ്കിൽ സർവ്വരോഗവും അള്ളാഹു ശിഫയാക്കി കൊടുക്കുമെന്നാണ് പറയുന്നത്. മാഷാ അല്ലാഹ്. വളരെ ചെറിയ അമലുകളാണിതൊക്കെ. നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് അമലുകളാണിത്. അതേപോലെ തന്നെ മറ്റൊരു അമൽ, ഫാത്തിഹ സൂറത്ത് ഒറ്റ അക്ഷരത്തിൽ പാത്രത്തിൽ എഴുതി ശുദ്ധജലമൊഴിച്ച് അത് മായ്ച്ചു കുടിക്കുന്നത് കൊണ്ട് ദേഹത്തിൽ കുടഞ്ഞ് ശരീരമാസകലം പുരട്ടുന്നതും മരണമല്ലാത്ത സർവ്വ രോഗങ്ങളെയും ശിഫ നൽകുമെന്നാണ് പറയണത്. രോഗങ്ങൾ ശിഫ, ഇപ്പം ഞാനീ പറഞ്ഞതൊക്കെ രോഗങ്ങൾ ശിഫ നൽകുന്ന സംഭവങ്ങളാണ്. ഫാത്തിഹ ഒറ്റ അക്ഷരത്തിൽ പാത്രത്തിൽ എഴുതി ശുദ്ധ ജലമൊഴിച്ച് മായ്ച്ചു കുടിക്കുക, ദേഹത്ത് കുടഞ്ഞ് ശരീരമാസകലം പുരട്ടുക, മരണമല്ലാത്ത സകല രോഗത്തിനും ശിഫയാണെന്ന് പറയുന്നു. അള്ളാഹു ഈ അമലുകളൊക്കെ ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.